ഈ കാലവർഷത്തിലും പീരുമേട് ടീ കമ്പനിയിലെ തോട്ടം തൊഴിലാളികൾക്ക് ദുരിതക്കയത്തിൽ നിന്നും മോചനമില്ല. പൂട്ടിപ്പോയ തോട്ടങ്ങളിലെ ചോർന്നൊലിക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങൾ നവീകരിക്കുന്നതിന് ധനവകുപ്പ് പണം അനുവദിച്ചെന്ന് പറയുമ്പോഴും മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇടപെടൽ നടത്തിയിട്ടും ലയങ്ങളുടെ നവീകരണത്തിന് നടപടിയില്ല. ഇത് 25 വർഷമായി മൊത്തം പൊളിഞ്ഞു കിടക്കുക. എല്ലാവരും വന്ന് നോക്കും, പോകും, പിന്നെ ഒന്നും ചെയ്യല്ല. ഞങ്ങൾ പിന്നെല്ലാവരും വെച്ചത് പോകുന്നറിയില്ല. 2000 ഡിസംബർ 13 പീരുമേട് ടീ കമ്പനി അടച്ചുപൂട്ടി ഉടമ മലയിറങ്ങുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഒരു തവണ പോലും ലയങ്ങളുടെ അറ്റകുറ്റപ്പണി ചെയ്തിട്ടില്ല. കാലപ്പഴക്കം ചെന്ന ലയങ്ങളിൽ പലതും തകർന്നു വീണു. ബാക്കി നിൽക്കുന്ന ലയങ്ങളിലാണ് പ്ലാസ്റ്റിക് പടുത വലിച്ചു കെട്ടിയും മറ്റുമായി തൊഴിലാളികൾ ദുരിത ജീവിതം നയിക്കുന്നത്. മഴ പെയ്തു തുടങ്ങിയാൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ല. രാത്രികാലത്ത് കുടചൂടി വെളിച്ചം പോലുമില്ലാതെ ഉണർന്നിരുന്ന നേരം വെളുപ്പിക്കും. പ്രായമായവരും കുട്ടികളുമടക്കം താമസിക്കുന്ന ലയങ്ങളുടെ ദുരവസ്ഥ ഉടൻ പരിഹരിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഓരോ സർക്കാരിന്റെയും കാലത്ത് ഉണ്ടാകാറ്. (2700 ഏക്കർ തോട്ടം ഉപേക്ഷിച്ചപ്പോൾ ഇവിടെ പണിയെടുത്തിരുന്ന 1330 സ്ഥിരം തൊഴിലാളികളും ഏകദേശം അത്രത്തോളം തന്നെ താൽക്കാലിക തൊഴിലാളികളും മറ്റ് ഓഫീസ് ജീവനക്കാരുമാണ് പ്രതിസന്ധിയിലായത്. പല തൊഴിലാളികളും മരണത്തിനും കീഴടങ്ങി. ബാക്കിയുള്ളവർ യൂണിയനുകൾ വീതം വെച്ച് നൽകിയ തോട്ടങ്ങളിൽ കൊളുന്തുനുള്ളി ജീവിതം തുടരുകയാണ്. ഞങ്ങൾ പണിക്ക് പോവുക, ഞങ്ങൾ വന്ന് ഉള്ള കഞ്ഞി വെച്ച് ഞങ്ങൾ കുടിച്ചേച്ച് പിള്ളേരെ നോക്കി ഞങ്ങൾ ഇരിക്കുക. മഴ പെയ്താണെങ്കിൽ വീടും വരവില്ല, നനഞ്ഞ് മേൽക്കൂറയെല്ലാം പോയി ഒത്തിരി മോശമായിട്ട് കിടക്കുന്നു. പീരുമേട്ടിലെ കോട്ടമല ലയത്തിന്റെ ഭിത്തി ഇടിഞ്ഞു വീട് തൊഴിലാളി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയാണ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. വിഷയത്തിൽ ഗൗരവമായി ഇടപെടുകയും ലയങ്ങളുടെ പുനരുദ്ധാരണ പദ്ധതികൾ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം വരുത്തരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിടുകയും ചെയ്തിരുന്നു. നവീകരണത്തിനായി 10 കോടി മാറ്റിവെച്ചെന്ന് കമ്മീഷനെ അറിയിച്ചതല്ലാതെ ഈ കാലവർഷത്തിലും തൊഴിലാളികൾക്ക് സുരക്ഷിതമായി അന്തിയുറങ്ങാൻ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സിറ്റി വിഷൻ, പീരുമേട്.